Yes. Good evening, everyone. Welcome to RITS Power Hour. നമ്മുടെ LL.M നെറ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള റിറ്റ്സിൻ്റെ പവർ അവർ സെഷനാണ് ഇനി കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി LLB റിലേറ്റഡ് ആയിട്ടും ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, LL.M ആൻഡ് നെറ്റിനും കൂടി നമ്മൾ പവർ അവേഴ്സ് ആയിട്ട് വരാൻ വേണ്ടി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്. സോ നമ്മൾ വളരെ കുറച്ച് വേണ്ടപ്പെട്ട ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് വേണ്ടപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇതിപ്പോൾ പലതും പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ്. അതേപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് കറണ്ട് അഫയേഴ്സ് എന്നുള്ള റിലേറ്റഡ് ആയിട്ട് അത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. റൈറ്റ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് റൈറ്റ് യെസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ. ഈ പറയുന്ന മൂന്നെണ്ണത്തിൽ ഏതാണ് ശരി എന്നുള്ളതാണ് മെയിൻലി നോക്കേണ്ടത്. റൈറ്റ്. സോ അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. നമ്മൾ LL.M നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചൊരു ലെങ്തിയാണ് ആൻഡ് അതൊരു പാരാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറച്ചധികം വായിക്കാനും ഉണ്ടാവും. റൈറ്റ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്, റീഡിങ് സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. റൈറ്റ്. സോ നമ്മുടെ 3 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഏതാണ് ശരി എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ആർ ഇൻക്ലൂഡഡ് വിത്തിൻ ദ ഡെഫിനിഷൻ ഓഫ് ലോ അണ്ടർ ആർട്ടിക്കിൾ 13 ക്ലോസ് 3 എന്നുള്ളതാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആർട്ടിക്കിൾ 13 ക്ലോസ് 3ൻ്റെ അകത്ത് ഈ പറയുന്ന ഡെഫിനിഷൻ ലോ എന്താണെന്ന് അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ലോ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് വരുമോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഐ മീൻ ഇൻ ദ സെൻസ് ഈ ഓപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് എന്നുള്ള ആസ് സച്ച് അവിടെ കൊടുത്തിട്ടില്ല. അവിടെ കൊടുത്തിട്ടുള്ളത് ഓർഡേഴ്സ്, റെഗുലേഷൻ, അങ്ങനെ പറഞ്ഞ ഒരു 8ഓളം കാറ്റഗറിയാണ്. ഓർഡിനൻസ് വരുന്നുണ്ട്, ഓർഡർ വരുന്നുണ്ട്, അതേപോലെ തന്നെ റൂള് വരുന്നുണ്ട്, ബൈലോ വരുന്നുണ്ട്, റെഗുലേഷൻ, നോട്ടിഫിക്കേഷൻ, കസ്റ്റം ആൻഡ് യൂസേജ്. അങ്ങനെ ഒരു 8 കാര്യങ്ങളാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 13 ക്ലോസ് 3ൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. റൈറ്റ്. അപ്പം പിന്നീട് നമുക്ക് ആലോചിക്കാനുള്ളത് അത് എക്സ്പ്ലിസിറ്റ്ലി കൊടുത്തിട്ടുമുണ്ട് 13(4) ക്ലോസ് 4ൻ്റെ അകത്ത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് എന്ന് പറയുന്നത് എന്തല്ല, ഈ പറയുന്ന ലോ ആയിട്ട് കൺസിഡർ ചെയ്യില്ല, അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടുമുണ്ട്. അപ്പം നമ്മളുടെ ഈ പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നോട്ട് ട്രൂ, ഫോൾസ് ആണ് അല്ലേ. 13 ക്ലോസ് 3ൻ്റെ അകത്ത് എന്തില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് വരില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. ദെൻ അടുത്തത്, a writ petition can be filed against Board of Cricket Control of India under Article 32 of Constitution of India. അപ്പം ആർട്ടിക്കിൾ 32 വെച്ചിട്ട്, അപ്പോൾ ആർട്ടിക്കിൾ 32 വെച്ചിട്ട് നമുക്ക് പോകണമെങ്കിൽ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ, ഒരു റെമഡി, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് ഈ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. സോ ഈ ആർട്ടിക്കിൾ 32 വെച്ചിട്ട് നമുക്ക് ഒരു കേസ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ, സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 12ലാണ്. ആർട്ടിക്കിൾ 12ൻ്റെ ഡെഫിനിഷൻ്റെ അകത്ത് സ്റ്റേറ്റ് വരുമോ, പ്രത്യേകിച്ച് ഈ അതർ അതോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ സ്റ്റേറ്റ് വരുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇത് ആക്ച്വലി ഓൾറെഡി ഒരു ഡിസൈഡ് ചെയ്ത ഒരു കേസാണ്. കേസിൻ്റെ പേര് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സി ടെലികമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഉണ്ട് അല്ലേ, സി ടെലിഫിലിംസ്. ഞാൻ ഇവിടെ കേസിൻ്റെ പേര് എഴുതാം. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. സി ടെലിഫിലിംസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. റൈറ്റ്. 2005 ഡിസൈഡ് ചെയ്ത ഒരു കേസാണ്. ഈ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കേസ് ഈ പറയുന്ന BCCI എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണോ അല്ലേ എന്ന് ഡിസൈഡ് ചെയ്ത ഒരു കേസായിരുന്നു. സോ സി ടെലിഫിലിംസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യൻ്റെ അകത്ത് അവിടെ പറഞ്ഞത്
ഈ BCCI എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് അല്ല എന്ന രീതിയിൽ തന്നെയാണ്. കാരണം സ്റ്റേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന എന്താ പറയുക സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള കൺട്രോൾ ഗവൺമെന്റ് ഇല്ല. ആൻഡ് അതേപോലെ തന്നെ ഡീപ്പ് പെർവേസീവ് കൺട്രോൾ ഗവൺമെന്റ് ഇല്ല. അതിന്റെ മാനേജ്മെന്റും അതിന്റെ അഫയേഴ്സിലും മാനേജ്മെന്റ് എന്തില്ല, ഗവൺമെന്റ് എന്തില്ല, കൺട്രോൾ ഇല്ല, സബ്സ്റ്റാൻഷ്യൽ കൺട്രോൾ ഇല്ല. അതേപോലെ തന്നെ ഡീപ്പ് ആൻഡ് പെർവേസീവ് കൺട്രോൾ ഈ പറയുന്ന ഗവൺമെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 32 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇതിന് എഗെയിൻസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു സ്റ്റേറ്റ് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ആർട്ടിക്കിൾ വെച്ച് മൂവ് ചെയ്യാന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൽ വളരെ ക്ലിയർ ആയിട്ട് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ 226 വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ബോഡിക്ക് എഗെയിൻസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നാണ് കോടതി ഈ പറയുന്ന സി ടെലിഫിലിംസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളുടെ ഉത്തരം ഇതും അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് റൈറ്റ് ടു റിലിജിയൻ guaranteed under Article 25 of the Constitution of India is subject to the other provisions of Part 3 of the Constitution of India. ഇത് കൃത്യമായിട്ട് നമ്മൾ ആർട്ടിക്കിൾ 25 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ 25 അകത്ത് മനസ്സിലാവും. ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്, അതേപോലെ തന്നെ റൈറ്റ് ടു ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലിജിയൻ എന്നുള്ള ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് അത് തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനെ എന്ത് പറഞ്ഞിട്ടാണ്, സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആദ്യം ഒരു 3 റെസ്ട്രിക്ഷൻ കൊടുക്കുന്നുണ്ട്, സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. അത് കഴിഞ്ഞിട്ട് ആൻഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ടു അതർ പ്രൊവിഷൻസ് ഇൻ ദിസ് പാർട്ട്. ദിസ് പാർട്ട് എന്ന് പറയുമ്പോൾ 25 ഉള്ളത് പാർട്ട് 3യിലാണ്. അപ്പോൾ പാർട്ട് 3യുടെ മറ്റ് പ്രൊവിഷൻസിനും എന്താണ് ഈ പറയുന്ന റിലിജിയൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, റൈറ്റ്, സബ്ജക്ട് ടു. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ആർട്ടിക്കിൾ 25 ഒരു കാരണവശാലും മറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ആവാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പം നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സി ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. ഞാൻ ഇതിപ്പോൾ LL.M ആൻഡ് നെറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയണം, അല്ലെ, കണക്റ്റഡ് ആയിരിക്കണം. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇതിൻ്റെ അകത്ത് 3 ഓപ്ഷൻ വന്നിട്ട് 3 ഓപ്ഷന് 3 ഭാഗങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് വൈഡ്ലി ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നല്ലൊരു റീഡിങ് നമുക്ക് ഉണ്ടാവണം. എങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഇതെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു ഫണ്ടമെന്റൽ ലെവലിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ് ആ രീതിയിൽ നോക്കുന്നത്. ഇപ്പോൾ 13ൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ 13 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 13 എന്ന് പറയുന്നത്. 13(3)ൻ്റെ അകത്ത് ഇവിടെ വന്ന കാര്യം പറയുന്നുണ്ട്, റൈറ്റ്, ജുഡീഷ്യൽ റിവ്യൂ. അതേപോലെ തന്നെ റിട്ട് പെറ്റീഷന്റെ കാര്യം പറയുന്നത്, റിട്ട് പെറ്റീഷനും ഇതും ഈ പറയുന്ന ആർട്ടിക്കിൾ 12 ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ദെൻ മൂന്നാമത്തെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 25 ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആകെ എന്ത് മാത്രമേ ശരിയുള്ളൂ, സി മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യെസ് 2 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തും എന്താണ് ശരി എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ്റെ അകത്ത് പറയുന്നത് സെസിഷൻ ഓഫ് ടെറിട്ടറി ഓഫ് ഇന്ത്യ റിക്വയേഴ്സ് അമെൻമെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 368. അപ്പോൾ സെസീഡ് എന്ന് പറയണമെങ്കിൽ ഇന്ത്യയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെറിട്ടറി വേറൊരു ഫോറിൻ കൺട്രിക്ക് കൊടുക്കുകയാണെങ്കിൽ, അതാണ് സെസീഡ് ചെയ്യുക, വേറൊരു രാജ്യത്തിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വേണം എന്നാണ് ഇതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്റ്റേറ്റ് ബൈ ഡിമിനിഷിംഗ് ദ ടെറിട്ടറി ഓഫ് അനദർ സ്റ്റേറ്റ് റിക്വയേഴ്സ് ആൻ അമെൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 368. അപ്പോൾ ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ നമ്മളുടെ ചാപ്റ്റർ ടെറിട്ടറി എന്ന് പറഞ്ഞ ചാപ്റ്ററും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെസഷൻ ഓഫ് ടെറിട്ടറി ഓഫ് ഇന്ത്യ റിക്വയേഴ്സ് അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 368. ഇത് വേണോ വേണ്ടേ? ഇതിനുള്ള ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രിയാമ്പിൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ട്, ബെറുബാറി കേസ്, ബെറുബാറി കേസ് ഇൻ ദ മാറ്റർ ഓഫ് ബെറുബാറി, അല്ലേ, ബെറുബാറി കേസ് യൂണിയൻ ഇൻ ദ മാറ്റർ ഓഫ് ബെറുബാറി. ഈ ബെറുബാറി കേസ്, ബെറുബാറി എന്ന് പറയുന്നത് ആക്ച്വലി വെസ്റ്റ് ബംഗാളിലുള്ള ഒരു വില്ലേജ് ആണ്, കുറച്ച് വില്ലേജ് ഏരിയകളാണ്. അവിടെ അത് നമ്മുടെ ഈ പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാനുമായിട്ട് തൊട്ടടുത്ത് കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നത്, ഒരു കൈൻഡ് ഓഫ് ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട്
ഗവൺമെന്റിന് നേരെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ചോദ്യം ഉണ്ടായിരുന്നത്, ഇഷ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു റെഫറൻസ് കേസാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കോടതി പറഞ്ഞത്, അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെറിട്ടറി നമ്മൾ സെസീഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സീഡ് ചെയ്യുകയാണെങ്കിൽ, യു നീഡ് ടു മേക്ക് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. അല്ലാതെ സാധാരണ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലോ ഒരു കോൺട്രാക്ടിന്റെ ബേസിലോ ഒരു എഗ്രിമെന്റിന്റെ ബേസിലോ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയുടെ ടെറിട്ടറീസ് വേറൊരു രാജ്യത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറഞ്ഞത്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ പറയുന്ന കൺട്രിയിൽ മാറ്റാൻ വേണ്ടി, അല്ലേ? ഇപ്പോൾ 368 വഴി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അത്യാവശ്യമാണ്. സോ ദിസ് ഇസ് കറക്റ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്റ്റേറ്റ് by diminishing the territory of another state requires an amendment of the Constitution of India under Article 368. ഇനി ഇത് അടുത്തൊരു ചോദ്യമാണ്. ഇത് അപ്പോൾ പുതിയ സ്റ്റേറ്റുകൾ ഉണ്ടാക്കാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വേണമെന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ്റെ നമുക്ക് മനസ്സിലായി, അതായത് രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിന് നമ്മൾ ഈ ടെറിട്ടറി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വേണം. ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. നമുക്ക് 9th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത് 1960 9th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ച്വലി ഈ പറയുന്ന പാകിസ്ഥാനിന് ഈ ബെറുബാറിയിലെ കുറച്ച് ഏരിയകൾ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ 9th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഉണ്ടായത്. അതേപോലെ തന്നെ 100th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ബംഗ്ലാദേശിന് ഇന്ത്യയിൽ നിന്നുള്ള ഒരു 111 എൻക്ലേവ്സ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ തന്നെ ഒരു 51 എൻക്ലേവ്സ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണം. പക്ഷെ പുതിയ സ്റ്റേറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വേണോ? ദാറ്റ് ഇസ് വിത്തിൻ ദ കൺട്രി പുതിയ സ്റ്റേറ്റുകൾ ഉണ്ടാക്കാൻ. അപ്പം അത് ഡീൽ ചെയ്യുന്നത് നമ്മളുടെ ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 3 ഇത് ഡീൽ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 3 അകത്ത് ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് സെപ്പറേറ്റിംഗ് ഏതെങ്കിലും ഒരു ടെറിട്ടറീനെ സെപ്പറേറ്റ് ചെയ്ത് വേറെ തന്നെ ഒരു സ്റ്റേറ്റ് ആക്കാം, അല്ലെങ്കിൽ മേർജ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെറിട്ടറീനെ വേറൊരു ടെറിട്ടറിയിലോട്ട് കൊണ്ടുവന്നിട്ടിട്ട് അതൊരു പുതിയ സ്റ്റേറ്റ് ആക്കുന്നതാവാം. ആൻഡ് അതേപോലെ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാം ഏരിയ, ഡിക്രീസ് ചെയ്യാം, ഡിമിനിഷ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പറയുന്നത് എന്താണ്, നമുക്ക് ഈ പറയുന്ന പേര്, സ്റ്റേറ്റിന്റെ പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾ 3 പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ബൗണ്ടറീസ് എന്ത് ചെയ്യാൻ പറ്റും, ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, റൈറ്റ്? പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, ഒരു അമെൻമെന്റ് ആവശ്യമില്ല. ബിക്കോസ് അത് ആർട്ടിക്കിൾ 3 തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാർലമെന്റിനാണ് പവർ, പാർലമെന്റിനാണ് ഈ ഒരു പവർ ഉള്ളത്. പക്ഷെ പാർലമെന്റ് ഈ ഒരു പറയുന്ന കാര്യം ചെയ്യുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു എഫർമേഷൻ വേണം. ഒരു പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് മാത്രമേ ഇത് ഹൗസിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 2 അബോത്ത് ഹൗസിൽ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റും. പ്രസിഡൻഷ്യൽ റെക്കമെൻഡേഷൻ ആദ്യം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പ്രസിഡൻഷ്യൽ റെക്കമെൻഡേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ വേറൊരു കാര്യം കൂടി ആവശ്യമുണ്ട്. സ്റ്റേറ്റുകളുടെ വ്യൂ എടുക്കണം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിന്റെ അഭിപ്രായം എടുക്കാനുണ്ട്. ഈ അഭിപ്രായം ഒരിക്കലും ബൈൻഡിങ് ആയിട്ടുള്ള ഒരു അഭിപ്രായമല്ല, പക്ഷെ ദേ ഷുഡ് ഹാവ് എ സേ ഇൻ ദിസ് മാറ്റർ. ബിക്കോസ് അവരെ എഫക്ട് ചെയ്യുന്ന സ്റ്റേറ്റുകളാട്ടോ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും സ്റ്റേറ്റിന്റെ ബൗണ്ടറി അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ ഏരിയ ഡിമിനിഷ് ചെയ്യിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിന്റെ ഏരിയ കൂട്ടുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുക എന്താണ്, അത് സ്റ്റേറ്റുകളുടെ അഭിപ്രായം, എഫക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളുടെ അഭിപ്രായം നമ്മൾ എന്ത് ചെയ്യണം, തേടണം എന്നുള്ളതാണ്. സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രസിഡൻഷ്യൽ റെക്കമെൻഡേഷനോട് കൂടി ഹൗസുകളിൽ ഈ പറയുന്ന ബില്ല് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഓപ്ഷൻ ബിന്റെ അകത്ത് നമ്മളുടെ കാര്യം തെറ്റാണ് ഇവിടെ ഉള്ളത്. കാരണം എന്താണ്, നമുക്ക് ഇവിടെ ആവശ്യമില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എ മാത്രമാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓൺലി എ എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ സെസഷൻ ഓഫ് ടെറിട്ടറിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വേണം. ഫോർമേഷൻ ഓഫ് ന്യൂ ടെറിട്ടറി വിത്തിൻ ഇന്ത്യ ഈ പറയുന്ന ആർട്ടിക്കിൾ 3 ആണ് ഗവേൺ ചെയ്യുന്നത്. അതിന് എന്തിന്റെ ആവശ്യമില്ല, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആവശ്യമില്ല, റൈറ്റ്? സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ കുറച്ച് കേസുകളാണ്. അപ്പം നമ്മുടെ LL.M ആൻഡ് നെറ്റ് എഴുതാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കേസുകളാണ്. വളരെയധികം കേസുകൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരുപാട് അതും വളരെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ആണ് ചോദിക്കപ്പെടുന്നത് പലതും. പക്ഷേ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഒരുപാട് ജഡ്ജ്മെന്റ്സ് വന്നിട്ടുണ്ട് 2023 നോക്കുകയാണെങ്കിൽ. അപ്പം അതേപോലെ തന്നെ പഴയ കാലത്തെ ഒരു വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള കേസുകളും ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അറിഞ്ഞിരിക്കണം. സോ എല്ലാവരും കാണുന്ന കേസുകളെല്ലാം ഒന്ന് എഴുതി വെച്ച് അതെന്താണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത് എന്നെങ്കിലും
ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലും സൈഡ് നോട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യം. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത്രയും വൈഡായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നത് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ആണ്, വളരെ സിമ്പിൾ ആണ് ആക്ച്വലി. അറിയുന്നുണ്ടെങ്കിൽ 2-3 നിങ്ങൾ ഒരു 2 ആൻസർ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റേണ്ടതാണ്. അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഇത് ഒന്ന് ടാലി ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. റൈറ്റ്. സോ റൈറ്റ് ടു മാരി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. പ്രിൻസിപ്പിൾ ഇത് എവിടെയാണ് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈ റൈറ്റ് ടു മാരി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ ഓരോരോ കേസ്, അപ്പോൾ ഈ കേസിൻ്റെ അകത്ത് ഏതെങ്കിലും കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. ആക്ച്വലി ഈ റൈറ്റ് ടു മാരി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഡയറക്ട്ലി ഈ പറയുന്ന 4 കേസിലും മെൻഷൻ ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് ഒരു മെൻഷനും ഈ 4 കേസുകളിലില്ല. ഇൻഡയറക്ട്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു കേസിൽ. അത് ജസ്റ്റിസ് കേസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൻ്റെ അകത്താണ്. ഈ കേസിൻ്റെ അകത്ത് മാരേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ടു മാരി ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയുന്നേ ഇല്ല. പക്ഷേ ഈ ജഡ്ജ്മെന്റിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് ചന്ദ്രചൂഡിന്റെ ജഡ്ജ്മെന്റിൻ്റെ അകത്ത് പറയുന്നുണ്ട്, പ്രൈവസിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൈവസി ഇൻക്ലൂഡ്സ് പേഴ്സണൽ ആയിട്ടുള്ള ഇൻറ്റിമസി, സെക്ഷൽ ഓറിയന്റേഷൻ, അതേപോലെ തന്നെ മാരേജ്. ആൻഡ് അതിൻ്റെ ഒരു ഡെറിവേഷൻ ആയിട്ട് പറയുന്നുണ്ട് മാരേജ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ചോയ്സ് ആണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആൻഡ് ഈ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുമ്പം അത് ഒരു ഇൻഡിവിജ്വൽ ഓട്ടോണോമി ആണ്. അത് ഒരു ഇൻഡിവിജ്വലിന് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല. വേറൊരാളുകളുടെ ഇൻഫ്ലുവൻസ് എന്നുള്ള ഒരു സാധനം ഉണ്ടാകാൻ പാടില്ല. ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ തന്നെ കൺസെൻറ്റോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് തന്നെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് എന്നുള്ള രീതിയിൽ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. കാരണം റൈറ്റ് ടു മാരി ഇസ് നോട്ട് ആക്ച്വലി എ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പം ഈ അടുത്ത് നമ്മളുടെ സെയിം സെക്സ് മാരേജ് ഇക്വാലിറ്റി കേസ് എന്ന് പറയുന്ന കേസ്, സൗപ്രിയ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടല്ലോ, ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജഡ്ജസ് എല്ലാവരും കൂടി പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്, മാരേജ് എന്നുള്ളത് ഒരിക്കലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു കേസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. സോ പുട്ടസ്വാമി ആണ് ഇവിടെ നോക്കുകയാണെങ്കിൽ എ വരുന്നത്. റൈറ്റ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിലോട്ട് നോക്കിക്കഴിഞ്ഞെങ്കിൽ ഇത് എല്ലാത്തിലും ഈ പറയുന്ന കാര്യം ഉണ്ട് അല്ലേ. എയും ബി സി ഡിയിലൊക്കെ ഉണ്ട്, A2 തന്നെയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത നമ്മൾ നോക്കാം. നമുക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് 124A കുറിച്ചിട്ടുള്ളതാണ്. 124A കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറയുന്ന കേസ് ഏതാണെന്നുള്ളതാണ്. ഇത് കേദർനാഥിൻ്റെ കേസിലാണ് 124A കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് D3 ആണ് വരുന്നത്. D3 വരുന്നത് 2 എണ്ണമാണ് ഇവിടെ ഉള്ളത്. റൈറ്റ്. 2 എണ്ണം. A2 വരുന്നത് 2 എണ്ണം. റൈറ്റ്. ഇനി അപ്പം ഞാനിപ്പോൾ 124A കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പറയാണ്, നമ്മളുടെ ഈ ഒരു ഓർഡർ, ഒരു ഇന്ററിം ഓർഡർ സുപ്രീം കോർട്ട് ഇറക്കിയിട്ടുണ്ട് 124A സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു പേര് എന്ന് പറയുന്നത് SG വോംബത്കറെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിലാണ്. 2022 കേസാണ്. 2022 കേസിൽ ഈ സുപ്രീം കോർട്ട് എന്ത് ചെയ്തു, ചീഫ് ജസ്റ്റിസ് രമണയുടെ ബെഞ്ച് ഈ പറയുന്ന 124A സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. സോ 124A IPCയിൽ ഇപ്പോൾ ഇല്ല. ഭാരതീയ ന്യായ സംഹിതേൻ്റെ അകത്തും ഓൾറെഡി 124A എന്ന് പറയുന്ന സെഡിഷൻ ഇല്ല. റൈറ്റ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ കേദർനാഥിൻ്റെ അകത്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്തത് പറയുന്നത് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ലോസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് വിത്തിൻ എ ഡെഫിനേഷൻ ലോസ് ഇൻ ദ ഫോഴ്സ് അണ്ടർ ആർട്ടിക്കിൾ 13 Clause 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇത് പറഞ്ഞിരിക്കുന്നത്, ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കേസാണ്. ആർട്ടിക്കിൾ 13 നമ്മൾ പഠിക്കുന്ന ഒരു കേസാണ് ഈ സ്റ്റേറ്റ് ഓഫ് ബോംബെ വേഴ്സസ് നരസു അപ്പ മാലി എന്ന് പറയുന്ന കേസ്. ഇതിൻ്റെ അകത്താണ് പറയുന്നത് പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 13 അകത്ത് പറഞ്ഞിരിക്കുന്ന ലോസിൻ്റെ അകത്ത് വരില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. കാരണം ഓൾറെഡി അങ്ങനെയാണെങ്കിൽ അവർ പേഴ്സണൽ ലോസ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശമേ ഇല്ലായിരുന്നു എന്നാണ് ആ ജഡ്ജ്മെൻ്റ് അകത്ത് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പേഴ്സണൽ ലോസിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് നോട്ട് സബ്ജക്ട് ടു ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള രീതിയിലാണ് ഒരു ഇന്റർപ്രിട്ടേഷൻ വന്നിട്ടുള്ളത്. അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, സുപ്രീം കോർട്ട് അതിൻ്റെ മേലെ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നിട്ടില്ല. നമ്മളുടെ ശബരിമല ജഡ്ജ്മെന്റിനകത്ത് അതിനെക്കുറിച്ച് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ അകത്ത് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ട് സുപ്രീം കോർട്ട് പോയിട്ടില്ലായിരുന്നു. റൈറ്റ്. ഇനി
ആൻഡ് ഫൈനലി നോക്കുകയാണെങ്കിൽ ഇവിടെ DPSP മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വൈൽ ഡിറ്റർമൈനിങ് ദ കണ്ടന്റ് ആൻഡ് സ്കോപ്പ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പം DPSPക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിക്ക് ഒരു കൈൻഡ് ഓഫ് പ്രോമിനൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു കേസ് പറയുന്നത് നമ്മുടെ റെഫറൻസ് കേസായ കേരള എഡ്യൂക്കേഷണൽ ബിൽ കേസിൻ്റെ അകത്താണ് ഈ ഒരു കാര്യം പറയുന്നത്. ഈ 4 കേസും വളരെ പോപ്പുലർ ആയിട്ടുള്ള കേസാണ്. പക്ഷേ ഈ പുട്ടുസ്വാമീൻ്റെ കേസിൽ മാത്രം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ അത് കുഴപ്പമില്ല, ഇവിടെ ഓപ്ഷൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തും A2 ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ടു മാരേജ് ഫണ്ടമെന്റൽ റൈറ്റിന് എവിടെയും പുട്ടുസ്വാമി കേസിനകത്ത് പറയുന്നില്ല. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മളുടെ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ D ആണ്. A2 ആയിട്ട്. A എന്ന് പറയുന്നത് പുട്ടുസ്വാമി കേസായിട്ട്, റൈറ്റ് ടു മാരേജ് ഫണ്ടമെന്റൽ റൈറ്റ് പുട്ടുസ്വാമി കേസ്. B എന്ന് പറയുന്നത് ഈ DPSPന്റെ കാര്യം പറയുന്നത് കേരള എഡ്യൂക്കേഷൻ ബില്ലിൻ്റെ അകത്താണ്. അതേപോലെ തന്നെ C വരുന്നത് എവിടെയാണ്? സ്റ്റേറ്റ് ഓഫ് ബോംബെ. പേഴ്സണൽ ലോസ് ആർ നോട്ട് ഇൻക്ലൂഡ് വിത്തിൻ ദ ഡെഫിനിഷൻ ലോ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബോംബെ വേഴ്സസ് നരാസു അപ്പമാലി കേസിലാണ്. ആൻഡ് 124A കാര്യം പറയുന്നത് കേദർനാഥ് സിംഗിൻ്റെ അകത്താണ്. അതായത് 124A കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ന് പറയുന്നത് കേദർനാഥിന്റെ കേസിൻ്റെ അകത്താണ്. റൈറ്റ്, ഓക്കെ. അപ്പോൾ അടുത്ത കേസിലോട്ട് പോകാം. അടുത്ത കേസ് നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസ് ഡസ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹോൾഡ് ദാറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ദ അതോറിറ്റി ടു എക്സ്ചേഞ്ച് ടെറിട്ടറീസ് വിത്ത് ഫോറിൻ പവേഴ്സ്? ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത ആൻസർ തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതും ബെറുബാറി കേസിൻ്റെ അകത്താണ് സുപ്രീം കോർട്ട് പറയുന്നത് ഫോറിൻ ടെറിട്ടറീസ് നമുക്ക് ഫോറിൻ കൺട്രീസിലോട്ട് നമുക്ക് നമ്മളുടെ ടെറിട്ടറി എക്സ്ചേഞ്ച് ചെയ്യാം. പക്ഷേ അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും ഇറ്റ് കനോട്ട് ബി ഡൺ ത്രൂ ആൻ എഗ്രിമെന്റ്, ഇറ്റ് ഷുഡ് ബി ഡൺ ത്രൂ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ആ ഒരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഡെഫിനറ്റ്ലി എന്തായാലും വേണ്ടി വരും. ജസ്റ്റ് ബിക്കോസ് നമ്മളുടെ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 1 അകത്താണ്. ആൻഡ് ആർട്ടിക്കിൾ 1 അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെറിട്ടറീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഓൾസോ നമ്മൾ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷെഡ്യൂൾ 1 അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലുള്ള എല്ലാ ടെറിട്ടറീസ്, എല്ലാ സ്റ്റേറ്റ്സിനെയും ലിസ്റ്റും ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി എന്തിൻ്റെ ആവശ്യമുണ്ട്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന്റെ ആവശ്യം ഉണ്ട് നമുക്ക് നമ്മളുടെ ടെറിട്ടറി വേറൊരു ഫോറിൻ കൺട്രിക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ മേ ബി എൻലാർജ്ഡ് ബൈ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജുറിസ്ഡിക്ഷൻ നമുക്കറിയാം, ഒരു വലിയ ജുറിസ്ഡിക്ഷൻ കോടതിക്ക് ഉണ്ട്. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉണ്ട്, അപ്പലറ്റ് ജുറിസ്ഡിക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ നമ്മുടെ കോർട്സിനുണ്ട്. റൈറ്റ്, അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ സുപ്രീം കോർട്ടിന്റെ ജുറിസ്ഡിക്ഷൻ എക്സ്പാൻഡ് ചെയ്യാനുള്ള പവർ ആർക്കാണ് ഉള്ളത് എന്നുള്ളതാണ്. നമുക്കിതൊരു കോമൺ സെൻസിന്റെ അകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി, സുപ്രീം കോർട്ടിന്റെ ഇരിക്കുന്ന ജഡ്ജസിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി കഴിയുന്നത് ഒരേ ഒരു ബോഡിക്ക് മാത്രമാണ്, അത് പാർലമെന്റ് ഓഫ് ഇന്ത്യക്കാണ്. റൈറ്റ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ സുപ്രീം കോർട്ടിന്റെ ജുറിസ്ഡിക്ഷൻ കൂട്ടാനുള്ള കഴിവും പാർലമെന്റിന് മാത്രമാണ്. പാർലമെന്റ് എങ്ങനെയായിരിക്കണം? ത്രൂ ഒരു ലോ ആയിരിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം ദ പാർലമെന്റ് ബൈ ലോ ആണ് പറയുന്നത്. ഒരിക്കലും കുറയ്ക്കുന്ന കാര്യം പറയുന്നില്ല, എൻലാർജ്മെന്റിനാണ് പറയുന്നത്. കൂട്ടാനുള്ള കാര്യം മാത്രമേ പറയുള്ളൂ. ഒരു കാരണവശാലും കുറയ്ക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അത് കൊടുത്തിരിക്കുന്നത് കൂട്ടാൻ വേണ്ടി, എൻലാർജ് ചെയ്യാനുള്ള പവർ പാർലമെന്റിനാണ് ഉള്ളത്. ബൈ ലോ ആണ് അത് ചെയ്യേണ്ടത്. ആൻഡ് ഇത് യൂണിയൻ മാറ്റേഴ്സ്, അതായത് നമ്മളെ യൂണിയൻ എന്തൊക്കെ എക്സിക്യൂട്ടീവ് മാറ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടോ അതിന് മുകളിലെല്ലാം സുപ്രീം കോർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പവർ, സുപ്രീം കോർട്ടിന്റെ പവർ ജുറിസ്ഡിക്ഷൻ എൻലാർജ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓർ ഈ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തീരുമാനിക്കുന്ന വിഷയങ്ങളിലും അവർ എഗ്രി ചെയ്യുന്ന വിഷയങ്ങളിലും സുപ്രീം കോർട്ടിന്റെ ജുറിസ്ഡിക്ഷൻ കൂട്ടാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂൾസ് ഇസ് റെലവെന്റ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് എന്നുള്ളത് എവിടെയാണ് വരുന്നത്? ഏത് ആ ഷെഡ്യൂളിൻ്റെ അകത്താണ് വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി അറിയാം, ഒറിജിനലി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു? 8 ഷെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഇപ്പം നമ്മൾക്ക് 12 ഷെഡ്യൂൾസ് ആണുള്ളത്. ഈ 12 ഷെഡ്യൂൾസ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പമായിട്ടുള്ള ഒരു നിമോണിക്സ് ഉണ്ട്. ടിയേഴ്സ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നുള്ള രീതിയിലാണ്.
അപ്പോൾ ടി എന്ന് ഉദ്ദേശിക്കുന്നത് ടെറിട്ടറി എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. നമ്മുടെ ടെറിട്ടറികളൊക്കെ എവിടെയാണെന്നുള്ളതാണ് ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത്. ഈ എന്ന് പറയുന്നത് എമോള്യുമെന്റ്സ് എന്നുള്ള അർത്ഥമാണ്. എന്തൊക്കെ പ്രിവിലേജസ് ആണ്, അലവൻസസ് ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അത് വളരെ ഹൈ റാങ്കിങ് ഓഫീഷ്യൽസിന് കൊടുക്കുന്നതാണ്. ദെൻ എ എന്ന് പറയുന്നത് എഫർമേഷൻ, ഓത്തുകളെല്ലാം കൊടുത്തിരിക്കുന്നത് തേർഡ് ഷെഡ്യൂളിലാണ്. ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ രാജ്യസഭയെ ഉദ്ദേശിക്കുന്നത് രാജ്യസഭയിലുള്ള അലോക്കേഷൻ ഓഫ് സീറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ആറിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. എസിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഷെഡ്യൂൾ ഏരിയ, ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ഓഫ് ഷെഡ്യൂൾ ഏരിയകൾ കൊടുത്തിട്ടുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫിഫ്തിൻ്റെ അകത്താണ്. അതേപോലെ തന്നെ സിക്സ്തിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതർ ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതർ ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് ഉദ്ദേശിക്കുന്നത് 4 സ്റ്റേറ്റുകൾക്ക് മാത്രമേ പറയൂ. 4 സ്റ്റേറ്റുകളുടെ ആ ഒരു ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയാസിന് പറയുന്ന കാര്യമാണ്. അവിടെ ഏതൊക്കെ വരുന്നത്? ആസാം വരുന്നുണ്ട്, മിസോറാം വരുന്നുണ്ട്, അതേപോലെ തന്നെ മേഘാലയ വരുന്നുണ്ട്, ത്രിപുര വരുന്നുണ്ട്. റൈറ്റ്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എഫ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഡിവിഷൻ ഓഫ് പവേഴ്സ്, സ്റ്റേറ്റും യൂണിയനും തമ്മിലുള്ള ഡിവിഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ച് പറയുന്നതാണ്. അതായത് ഫംഗ്ഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് എന്നുള്ള രീതിയിലാണ് എഫിന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളുടെ ലിസ്റ്റുകളെല്ലാം അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഒ എന്ന് പറയുന്നത് നമ്മളുടെ 8ാമത്തെ ഷെഡ്യൂളാണ്. അതിൻ്റെ അകത്താണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് കൊടുത്തിട്ടുള്ളത്. എൽ കൊടുത്തിരിക്കുന്നത് ലാൻഡ് റിഫോം ആണ്, 9th ഷെഡ്യൂളാണ് കൊടുത്തിട്ടുള്ളത്. അത് എൽ വരുന്നത് ലാൻഡ് റിഫോംസ് എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഡി വരുന്നത് നമ്മുടെ ഡിഫെക്ഷൻ ലോസ്, ഡിസ്ക്വാളിഫിക്കേഷൻ എന്നുള്ളത് 10th ഷെഡ്യൂളിനകത്താണ് ഡിസ്ക്വാളിഫിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഓൾസോ 10th ഷെഡ്യൂളിനകത്ത് വരുന്ന കാര്യം. ദെൻ പി എം എന്നുള്ളത്, പി എന്ന് പറയുന്നത് പഞ്ചായത്താണ്, 11th ഷെഡ്യൂളാണ്. എം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി ആണ്, 12ാമത്തെ ഷെഡ്യൂളാണ്. അപ്പം ഈ പറയുന്ന ടിയേഴ്സ് ഓഫ് ഓൾ പി എം എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 12 ഷെഡ്യൂൾ നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്ന റെലവൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് വരുന്നത്? ഷെഡ്യൂൾ ഇസ് റെലവൻറ്റ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഏതിലാണ് വരുന്നത് എന്നുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇസ് ബി, 5th ഷെഡ്യൂളിൻ്റെ അകത്താണ് വരുന്നത്. മറ്റേ 4 സ്റ്റേറ്റ്സിനെ സ്പെസിഫിക്കലി 6th ഷെഡ്യൂളിൻ്റെ അകത്ത് സ്പെസിഫിക്കലി 4 സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആസാം, മിസോറാം, ത്രിപുര ആൻഡ് മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റുകളാണ് അത്. റൈറ്റ്. അടുത്തത്, which provision of Constitution of India confers the power of Parliament to impose restriction on trade, commerce and intercourse? ഈ ട്രേഡ്, കോമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് അതായത് ഇന്ത്യയിൽ ഫ്രീ ആയിട്ട് അനുവദിക്കണം എന്ന് പറയുന്ന, അത് ഫ്രീ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. അത് നമ്മളുടെ ഈ പറയുന്ന 301 ആണ് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ മേലെ റെസ്ട്രിക്ഷൻസ് വെക്കാനുള്ള പവർ പാർലമെന്റിനുണ്ട്. ഈ റെസ്ട്രിക്ഷൻസ് വെക്കാനുള്ള പവർ പാർലമെന്റ് ഉണ്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 302ൻ്റെ അകത്താണ് വരുന്നത്. ഇത് ചാപ്റ്റർ 13 വരുന്ന ഒരു ഏരിയ ആണ്. റൈറ്റ്, ചാപ്റ്റർ 13. റൈറ്റ്, ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ചമ്പകം ദൊരൈരാജൻ കേസ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. ചമ്പകം ദൊരൈരാജൻ കേസ്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസാണ്. ആദ്യത്തെ നമ്മളുടെ ഒരു മേജർ ജഡ്ജ്മെന്റ് റിഗാർഡിംഗ് കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ വന്നിരിക്കുന്നത് ഈ ചമ്പകം ദൊരൈരാജൻ കേസിൻ്റെ അകത്താണ് ഇൻ റിപ്പബ്ലിക് ഇന്ത്യ. സോ ഈ കേസിൻ്റെ വിധിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി 15 Clause 4 കൊണ്ടുവന്നിരിക്കുന്നത്. 15 Clause 4 ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളുടെ ഫസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരമാണ്. റൈറ്റ്, ഫസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരമാണ് 15 Clause 4 കൊണ്ടുവന്നിരിക്കുന്നത്. അത് അതിന് ശേഷം നമ്മൾ 15 Clause 5 കൊണ്ടുവന്നിട്ടുണ്ട്. 15 Clause 5 വന്നിരിക്കുന്നത് 93rd അമെൻമെൻറ്റ് അകത്താണ്. 93rd അമെൻമെൻറ്റ് 2005 വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 15 Clause 6 ഇപ്പം ഉണ്ട്. 15 Clause 6 എത്രയാണ്? 103rd അമെൻമെൻറ്റ് അകത്താണ് വന്നിരിക്കുന്നത്. 2019 ഉള്ളത്. റൈറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ പറയുന്ന ചമ്പകം ദൊരൈരാജൻ കേസ് റിലേറ്റ് ചെയ്തത് റിസർവേഷൻ പോളിസിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. റൈറ്റ്. അപ്പം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അറിയണം. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കേസാണ്. നമ്മൾ ആർട്ടിക്കിൾ 15 പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു കേസ് നമ്മൾ വായിക്കുന്നുണ്ട്. സോ ഈ കേസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, റിസർവേഷൻ പോളിസി. ദെൻ അടുത്തത്, വിച്ച് പ്രൊവിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് പവർ ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു പ്രൊമൾഗേറ്റ് ഓർഡിനൻസസ് ഡ്യൂറിംഗ് റീസസ് ഓഫ് പാർലമെന്റ്? ഇപ്പോൾ ഓർഡിനൻസ് പ്രൊമൾഗേറ്റ് ചെയ്യാനുള്ള പവർ, അതായത് ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ദി പ്രസിഡന്റ് ആണ് അല്ലേ? അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. ആർട്ടിക്കിൾ 123ൻ്റെ അകത്താണ് പ്രൊമൾഗേറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളത്. അതായത് ഈ പാർലമെന്റിലെ ഈ ഹൗസസ് എന്തായിരിക്കും? സെഷനിലായിരിക്കരുത്. സെഷനിലായിരിക്കാത്ത സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് ലോക്സഭ അല്ലെ,
അപ്പം രണ്ട് സെഷനിലല്ലാത്ത ഒരു സാഹചര്യത്തിൽ പ്രസിഡന്റിന് തോന്നുകയാണ് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ആൻഡ് അതിന് മുകളിൽ ഒരു നിയമം കൊണ്ടുവരണം എന്ന് പ്രസിഡന്റിന് തോന്നുകയാണെങ്കിൽ ഓർഡിനൻസ് പ്രൊമൾഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും 123 പ്രകാരം. ആൻഡ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് എത്ര സമയം വരെ നിൽക്കും എന്നുള്ള ചോദ്യമുണ്ട്. ഇത് നമ്മൾ 123 കൊടുക്കുന്നത് 6 വീക്സ് എന്നാണ്. 6 ആഴ്ച കഴിയുമ്പോൾ ഇത് എക്സ്പയർ ആവും. പക്ഷെ എക്സ്പയർ ആവുന്നതിന് മുന്നേ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന നമ്മളുടെ ഹൗസസ് 6 ആഴ്ച ഉദ്ദേശിക്കുന്ന ഹൗസസ് റീകൺവീൻ ചെയ്തിട്ട് കേട്ടോ, ഹൗസസ് കൂടി റീഅസംബിൾ ചെയ്തിട്ട് 6 വീക്സ് ആണ്. അപ്പോൾ 6 വീക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ, 6 വീക്സിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, എന്ത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ രണ്ട് ഹൗസസും എന്ത് ചെയ്യുകയാണ്, ദേ ആർ ആക്സെപ്റ്റിംഗ് ദ ഓർഡിനൻസ്, അങ്ങനെയാണെങ്കിൽ ഇത് ഒരു കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ 6 വീക്സിന് മുന്നേ തന്നെ ഈ ഹൗസസ് എന്ത് ചെയ്യാണ്, ഇതിനെ ഡിസപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പയർ ആവും. ഇനി പ്രസിഡന്റ് എന്ത് ചെയ്യുക, എപ്പോൾ വേണമെങ്കിൽ ഈ ഓർഡിനൻസ് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാനും വേണ്ടി പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഈ 123 പ്രകാരം പറയുന്നത്, റൈറ്റ്, ക്ലിയർ. സോ ദാറ്റ് ഈസ് അബൌട്ട് നമ്മളുടെ ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ദി പ്രസിഡന്റ്. അതേപോലെ തന്നെ നമ്മൾ ഗവർണറുടെ പവർ നോക്കുകയാണെങ്കിൽ, ഗവർണറിന്റെ പവർ വരുന്നത് ആർട്ടിക്കിൾ 213 ആണ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റിലാണ് ഗവർണറുടെ ഓപ്പോസിറ്റ് ഇൻ ദ സെൻസ് 213, മറ്റേത് 123 ആണെങ്കിൽ ഗവർണറുടെ 213. ഈ ഒരു ഡേറ്റ് ശ്രദ്ധിക്കുക. 6 വീക്സ് എന്ന് പറയുന്നത് 6 വീക്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റീകൺവീനിങ് ദ ഹൗസസ്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ 6 വീക്സ് എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റുക, റൈറ്റ്. ഓക്കെ, ദെൻ അടുത്തത് നോക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, അണ്ടർ വിച്ച് പ്രൊവിഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ are minorities given right to establish and administer educational institution? So educational minority rights എവിടെ, ഏത് ആർട്ടിക്കിളിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ മൈനോറിറ്റി റൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർട്ടിക്കിൾ 30 കൊടുത്തിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം എല്ലാവർക്കും അറിയാം, ആർട്ടിക്കിൾ 30 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾറെഡി ഒരു കേസ് സുപ്രീം കോടതിന് മുമ്പാകെ നടക്കുന്നുണ്ട്, റൈറ്റ്. സോ ആ കേസ് എന്ന് പറയുന്നത് എന്താണ്, ആ കേസ് നമ്മളുടെ AMU റിലേറ്റഡ് ആണ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. ആൻഡ് വെദർ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ടോ എന്ന് കോടതി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊരു റെലവെൻ്റ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ആർട്ടിക്കിൾ 30 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ദിസ് ആക്ച്വലി ഡീൽസ് വിത്ത് minority status. Okay, constitutional rights about minority status. അടുത്തത്, dash is abolished and its practice in any form is forbidden is the essence of which of the following? ഇതിനകത്ത് ഏതാണ് പറയുന്നത്, what is forbidden? Untouchability is actually abolished and its practices in any form is forbidden. അപ്പോൾ untouchability ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 അകത്താണ് അൺടച്ചബിലിറ്റിനെ കുറിച്ചിട്ട് പറയുന്നുള്ളത്, റൈറ്റ്. സോ ആർട്ടിക്കിൾ 17 അകത്ത് പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് അത് പീനലൈസും ചെയ്യുന്നുണ്ട്. അതായത് പാർലമെന്റിന് നിയമം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നും പറയുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ടാണ് പാർലമെന്റ് എന്തുണ്ടാക്കിയത്, അൺടച്ചബിലിറ്റീസ് ഒഫൻസസ് ആക്ട് എന്ന് പറഞ്ഞുള്ള 1955 ആ ഒരു ആക്ട് ഉണ്ടാക്കിയത്. അതിന് പിന്നീട് 1976 ആ ഒരു സമയത്ത് എന്ത് ചെയ്ത്, ആ ആക്ടിനെ അമെൻഡ് ചെയ്തിട്ട് പേര് മാറ്റി. ഇപ്പം അതിന്റെ പേര് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നുള്ള രീതിയിലാണ് അതിന്റെ പേര് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 19 of the Indian Constitution are conferred on. അപ്പോൾ ഏതൊക്കെ റൈറ്റ്സ് ആർക്കൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആർട്ടിക്കിൾ 19 ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമാണോ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി അവൈലബിൾ ആണോ എന്നുള്ള രീതിയിലാണ്, അർത്ഥത്തിലാണ് ചോദ്യം വരുന്നത്. സോ ദ കറക്റ്റ് ആൻസർ നമ്മൾ നോക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ സിറ്റിസൺസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഈ പറയുന്നതാണ്. ആർട്ടിക്കിൾ 15, 16, 19, 29 ആൻഡ് 30 ആണ് ഇന്ത്യൻ സിറ്റിസൺസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഈ പറയുന്ന ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഇന്ത്യൻ സിറ്റിസൺസിനും അതേപോലെ തന്നെ ഫോറിനേഴ്സിനും, കാരണം അവിടെ ഉപയോഗിക്കുന്ന വാക്ക് പീപ്പിൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ 14, 20, 21, 21A, 22, 23, 24, 25, 26, 27 ആൻഡ് 28 എന്തിനകത്ത് വരുന്നുണ്ട്, ഈ പറയുന്ന പീപ്പിളിനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ സിറ്റിസൺ ആസ് വെൽ ആസ് പീപ്പിളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് ആർട്ടിക്കിൾ 19 എന്നുള്ള ക്വസ്റ്റിനകത്ത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക ഇന്ത്യൻ സിറ്റിസൺസ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിക്കഴിഞ്ഞാൽ 7th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിനകത്ത് ഏതാണ് 7th ഷെഡ്യൂൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ പറയുമ്പോൾ തന്നെ പറഞ്ഞു, ഫങ്ഷൻസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് എന്നുള്ള രീതി, അതായത് മാറ്റേഴ്സ് എന്തിൻ്റെ ഒക്കെ മുകളിൽ
നമുക്ക് നിയമം ഉണ്ടാക്കാം എന്ന് പറയുന്നതാണ്. അപ്പം സബ്ജക്ട് മാറ്റർ അലോക്കേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ് സീനകത്ത് പറയുന്നത്. 3 ലിസ്റ്റുകളാണ് അതിനകത്തുള്ള യൂണിയൻ ലിസ്റ്റ്, അതേപോലെ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് റിലേറ്റഡ്, അത് നമ്മുടെ 7th ഷെഡ്യൂളിലാണുള്ളത്. ആൻഡ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 246 ആണ്. ഓക്കെ, 246. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ് ക്യാൻ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബി ലോസ്റ്റ്? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലൂസ് ചെയ്യാൻ കഴിയുന്ന ഏതൊക്കെ രീതികളിലാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എക്വിസിഷൻ ഏതൊക്കെ രീതികളിലാണ് നമുക്ക് നോക്കാം. ബൈ ബർത്ത് എക്വയർ ചെയ്യാം സിറ്റിസൺഷിപ്പ്, അതേപോലെ തന്നെ ഡിസെന്റ് എക്വയർ ചെയ്യാൻ പറ്റും, രജിസ്ട്രേഷൻ എക്വയർ ചെയ്യാൻ പറ്റും, ബൈ നാച്ചുറലൈസേഷൻ എക്വയർ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്വയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ വിൽ യു ലൂസ് ദ സിറ്റിസൺഷിപ്പ് എന്നുള്ള ചോദ്യത്തിൽ വി ക്യാൻ സേ സിറ്റിസൺഷിപ്പ് ക്യാൻ ബി ലോസ് ബൈ റെനൗൺസിയേഷൻ, that the person is voluntarily renunciating, or you can terminate your citizenship, or deprivation. ഈ 3 രീതികളിലാണ് you can lose your citizenship. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഓൾ ഇൻക്ലൂഡ്സ് എവറിത്തിങ്. നമ്മൾ സെക്ലൂഷൻ ഓഫ് ടെറിട്ടറി, കമ്പൽസറി ടെർമിനേഷൻ, റിനൗൺസിയേഷൻ എല്ലാം വരുന്നുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓൾ ഓഫ് ദി എബവ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, സിറ്റിസൺഷിപ്പ് ക്യാൻ ബി ലോസ്റ്റ്, റൈറ്റ്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രീഡം, നമ്മളുടെ അടുത്ത ഒരു ഫ്രീഡം, നമുക്കൊരു 19(1)(f) എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, ടു റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫ്രീഡം. ആൻഡ് ഈ പറയുന്ന ഫ്രീഡം ഏത് അമെൻമെന്റ് ആണ് ഡിലീറ്റ് ചെയ്തത്? വിച്ച് അമെൻമെന്റ് ഡിലീറ്റഡ് ദിസ് പെർട്ടിക്കുലർ ഫ്രീഡം എന്നുള്ളതാണ് ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് 44th അമെൻമെന്റ് ആക്ട് ആണ് 1978 വന്നിരിക്കുന്ന 44th, ഓപ്ഷൻ സി 44th അമെൻമെന്റ് ആക്ട്. 44th അമെൻമെന്റ് ആക്ട് എന്ത് ചെയ്തു? വാട്ട് ഇറ്റ് ഡിഡ് വാസ് ഇറ്റ് ഡിലീറ്റഡ് the article 19(1) clause F, and it inserted another article called article 300A. And article 300A എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടീനെ ഡിമോട്ട് ചെയ്തു ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ് സ്റ്റാറ്റസിൽ നിന്ന് വെറും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്നുള്ള സ്റ്റാറ്റസിലോട്ട് എന്ത് ചെയ്തു, ഡിമോട്ട് ചെയ്തു. സോ ദിസ് ഇസ് ആർട്ടിക്കിൾ 300A. ഇപ്പം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് provided under article 300A, and this is only a constitutional right, not a fundamental right. Okay, അടുത്ത question. No person accused of any offense shall be compelled to be a witness against himself. Cannot be compelled to be a witness against himself എന്നാണ് പറയുന്നത്. Which article of the constitution gives protection against self-incrimination? Self-incrimination പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 21 എന്താ ചെയ്യുന്നത്? റൂൾ അഗെയിൻസ്റ്റ് എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ. എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ ആണ് ആർട്ടിക്കിൾ 21 പ്രൊവൈഡ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത് നോ ഡബിൾ ജിയോപാർഡി, റൈറ്റ്. ആൻഡ് ആർട്ടിക്കിൾ 20 ക്ലോസ് 3 ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് self-incrimination, right? So the correct answer here is article 20 clause 3. All right, yes. So next question is, which of the following statements regarding the nature of rights that are guaranteed by article 19 of the constitution is right? So article 19 നെ കുറിച്ചിട്ട് they have made some statements. ഇതിൻ്റെ അകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്, ഡിസൈഡ് ചെയ്യേണ്ടത്, റൈറ്റ്. സോ ലെറ്റ്സ് റീഡ്. Article 19 of Indian Constitution is confined to what are known as civil rights. Exactly, because Article 19 ഒരു സിറ്റിസൺസിന് പ്രൊവൈഡ് ചെയ്യേണ്ട വളരെ വാല്യൂബിൾ ആയിട്ടുള്ള റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. സോ ഡെഫിനറ്റ്ലി വി ക്യാൻ കോൾ ഇറ്റ് ആസ് സിവിൽ റൈറ്റ്സ്, ആസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം പൊളിറ്റിക്കൽ റൈറ്റ്സ്. പൊളിറ്റിക്കൽ റൈറ്റ്സ് അല്ല, ഇറ്റ് ഇസ് നോൺ ആസ് സിവിൽ റൈറ്റ്സ് ബിക്കോസ് ഇറ്റ് ഡയറക്ട്ലി എഫക്ട്സ് സിറ്റിസൺസ് റൈറ്റ്സ്. സോ അതിന് നമുക്ക് സിവിൽ റൈറ്റ്സ് എന്ന് പറയാം. ഇറ്റ് ഇസ് നോട്ട് പൊളിറ്റിക്കൽ റൈറ്റ്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ആക്ച്വലി ട്രൂ. Now the second statement നോക്കാം. Article 19 of the Indian Constitution refers to what are known as natural or common law rights. No, that is completely wrong. Article 19 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നാച്ചുറൽ ഓർ കോമൺ ലോ റൈറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബിക്കോസ് നാച്ചുറൽ ഓർ കോമൺ ലോ റൈറ്റ്സ് എന്ന് പറയുമ്പം അതിനൊരു കൈൻഡ് ഓഫ് ആബ്സല്യൂട്ട്നെസ് ഉണ്ടാവും. ബട്ട് ആർട്ടിക്കിൾ 19 is always restricted. ആർട്ടിക്കിൾ 19 എന്തുണ്ടാവും? ദേ ആർ സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യം കണ്ടോ, ഇറ്റ് ഇസ് ഡിസ്റ്റിങ്വിഷ്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 19 is actually natural or common law right,
as distinguished from rights that may be exercised subject to condition imposed by law. No, Article 19 is actually exercised subject to certain condition which we call as reasonable rights. So for that reason, we can say the second statement is false. Now coming to the third statement, ഇവിടെ നോക്കുകയാണെങ്കിൽ Article 19 of the Constitution does not include right to life. That is also true because Article 19 does not talk about anything about life. അവിടെ ലൈഫിനെ പറ്റിയിട്ട് പറയുന്നത് ആർട്ടിക്കിൾ ഇസ് ഇൻ ആർട്ടിക്കിൾ 21. സോ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ആവുന്നുള്ളൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആവുക എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? സി ആണ് കറക്റ്റ് ആവുക. സി, ദാറ്റ് ഇസ് 1 and 2 the correct answers, right? Okay, moving on. In determining the substantive reasonableness, the court has to take into consideration various factors. Which of the following is or are necessary in order to adjust the restriction to be reasonable? So reasonability test in that ഈ പറയുന്നതിൻ്റെ അകത്ത് what all things must be considered എന്നുള്ളതാണ് ചോദ്യം. So let's look at the first option. The first option is restriction must have a rational connection with the object sought to be achieved by law. Yes, very true. അപ്പോൾ ഒരു rational nexus connection in the sense nexus എന്നുള്ള ടേം ആണ് നമ്മൾ ജഡ്ജ്മെന്റ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. So it says there must be a rational nexus between the objects sought to be achieved by the law. So if you are bringing in a law, the law, there should be some kind of connection. There should be some kind of nexus with the object why you have brought in such law and the law, the object sought to be achieved and what mischief it is going to remedy, right? So അതാണ് എൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. That is true. Now second നോക്കുകയാണെങ്കിൽ the restriction imposed must not be in excess. It should not be excessive ആവാൻ പാടില്ല. And it should be എന്തായിരിക്കണം? ഈ പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ലീസ്റ്റ് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ലീസ്റ്റ് റെസ്ട്രിക്റ്റീവ്. ഇറ്റ് മസ്റ്റ് നെവർ ബി എക്സസ് in the excess of the mischief sought to be prevented or object sought to be achieved. So both the options are true. അപ്പോൾ അങ്ങനെയാണെങ്കിൽ we can say both A and B are true എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. Then അടുത്തത് readjustment of number of MPs in the Lok Sabha changes as the population increases for each 10 years. The base year under consideration for election for the same is based on. So എല്ലാ നമ്മളുടെ ഈ സെൻസസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ പറയുന്ന പോപ്പുലേഷനിൽ ഈ സീറ്റ്സ് ലോക്സഭയിലുള്ള സീറ്റ്സ് റീഅറേഞ്ച്മെന്റ് നടത്താറുണ്ട്, റൈറ്റ്? അപ്പം അങ്ങനെയാണെങ്കിൽ ഏത് ഇയറിൽ ഇപ്പം തൽക്കാലം അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ ഇയറിന്റെ സെൻസസ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അത് ബേസ് ഇയർ സീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബിക്കോസ് എന്താണ്, പോപ്പുലേഷൻ എന്ത് ചെയ്യാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ പോപ്പുലേഷൻ ആ ഒരു 2026 എന്ന് പറയുന്ന ഇയർ വരെ 2026 ടിൽ, അതായത് ആഫ്റ്റർ ദി ഇയർ 2026 അല്ലെ, ഫസ്റ്റ് സെൻസസ് 2026 എന്നുള്ള ഇയർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സെൻസസ്, ആ ടൈമിൽ എന്ത് ചെയ്യും, വി ക്യാൻ അഗെയിൻ റീഅഡ്ജസ്റ്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം ഈ പറയുന്ന ഒരു ഇയറിലോട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഇയറിന് ശേഷം ആ ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മളുടെ ലോക്സഭയിലുള്ള 543 എന്നുള്ള ആ ഒരു നമ്പറിൽ ഉള്ളത്, റൈറ്റ്? അപ്പോൾ അത് ഏതാണ് വർഷം എന്നുള്ളതാണ്. ദ കറക്റ്റ് ആൻസർ 1971 സെൻസസ് പ്രകാരമാണ് ഇത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആക്ച്വലി നമ്മളുടെ ഡീലിമിറ്റേഷൻ, അതായത് പാർലമെന്റ് എന്ത് ചെയ്യണം, ആർട്ടിക്കിൾ 82 and 170 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ എത്ര സീറ്റ്സ് ആണ് ലോക്സഭയിലും അതേപോലെ തന്നെ പല സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും ഉള്ളത് എന്ന് പറയുന്നുണ്ട്, റൈറ്റ്? ആൻഡ് ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ്, which is actually established by a delimitation commission act by the parliament. 1951, 1961, 1971 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ആൻഡ് 1971 സെൻസസിന് ശേഷം അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് ഓൾസോ ടു എന്താ പറയുന്ന വേറെ ടു നെഗേറ്റ് അല്ലെങ്കിൽ ടു പ്രിവെന്റ് ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. കാരണം കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റുകളിൽ നിന്ന് കൂടുതൽ ആളുകൾ ലോക്സഭയിലോട്ട് എത്തുക എന്നുള്ള ആ ഒരു, അപ്പോൾ അത് കാരണം എന്ത് ചെയ്യാണ്, പലരും എന്ത് ചെയ്യാണ്, എൻകറേജ് ചെയ്യുമായിരുന്നു, പല സ്റ്റേറ്റുകളും എൻകറേജ് ചെയ്യുമായിരുന്നു പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എൻകറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ബാഡ് തിങ് ഫോർ ദ ഹോൾ കൺട്രി, റൈറ്റ്? കാരണം കൂടുതൽ സ്റ്റേറ്റിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് കൂടുതൽ MPs എന്നുള്ള രീതിയിലാണ് ഇതുവരെ കൺസിഡർ ചെയ്തത്. അപ്പം പോപ്പുലേഷൻ കൺട്രോൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്
ആൻഡ് ഈ പ്രാക്ടീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്തത്, ആ ഒരു സമയത്ത് എന്ത് ചെയ്തത്, 1971 സെൻസസ് അവിടെ ഫ്രീസ് ചെയ്തത്. ആൻഡ് ഇത് ചെയ്തത് ത്രൂ 42nd അമെൻമെന്റ് ആക്ട് വഴിയാണ്. 42nd അമെൻമെന്റ് ആക്ട് വഴിയാണ് ഈ പറയുന്ന ഫ്രീസ് ചെയ്തത്, റൈറ്റ്. ആൻഡ് ഇത് 42nd അമെൻമെന്റ് ആക്ട് പ്രകാരം 2000 വരെ ഫ്രീസ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. ടിൽ ദ ഇയർ ഓഫ് 2000 വരെയായിരുന്നു 42nd അമെൻമെന്റ് പ്രകാരം ഫ്രീസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിനുശേഷം 84th അമെൻമെന്റ് ആക്ടിൽ നമ്മൾ എന്ത് ചെയ്തു, ഇത് ടിൽ 2026 വരെ ആക്കിയിട്ടുണ്ട്. 2026 വരെ ആക്കിയിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ, ഹെൻസ് ദ പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ വിച്ച് ദ നമ്പർ ഓഫ് സീറ്റ്സ് ഇസ് അലോക്കേറ്റഡ് refers to the population as per the 1971 census. അപ്പോൾ 1971 സെൻസസ് പ്രകാരമാണ് നമ്മളുടെ ഈ 543 എന്ന് പറയുന്ന നമ്പർ എത്തിയിരിക്കുന്നത്, റൈറ്റ്. ഓക്കെ, അടുത്തത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മേ സ്യൂ ഓർ ബി സ്യൂഡ് ബൈ ദ നെയിം ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ് മേ സ്യൂ ഓർ ബി സ്യൂഡ് ബൈ ദ നെയിം ഓഫ് സ്റ്റേറ്റ് സ്പെസിഫൈഡ് ഇൻ. അപ്പോൾ ഇത് സ്യൂ ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്യൂ ചെയ്യപ്പെടാനുള്ള ആ ഒരു റൈറ്റ് ആൻഡ് ലയബിലിറ്റി കുറിച്ചിട്ട് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നതെന്നാണ് ചോദ്യം. ദ കറക്റ്റ് ആൻസർ ഇസ് ആക്ച്വലി 300, ആർട്ടിക്കിൾ 300 അതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ അത്. ദെൻ അടുത്തത്, ആർട്ടിക്കിൾ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ്സ് ഓൾ അതോറിറ്റീസ് സിവിൽ ആൻഡ് ജുഡീഷ്യൽ ടു ആക്ട് ഇൻ എയ്ഡ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ സിവിൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റീസിനും. അത് ഏതാണ് ആർട്ടിക്കിൾ എന്നുള്ളതാണ് ചോദ്യം. ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ആർട്ടിക്കിൾ 144. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, എഗെയിൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ. ദെൻ അടുത്ത ക്വസ്റ്റൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഏത് ആർട്ടിക്കിളിനകത്താണ് മെൻഷൻ ചെയ്യുന്നത്, ഏത് ആർട്ടിക്കിളിനകത്താണ് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി? ഇത് ആർട്ടിക്കിൾ 51 അകത്താണ് പറയുന്നത്. നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീൻ്റെ അകത്ത് വരില്ല. പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് വെദർ ഈ പറയുന്ന പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ ഭാഗമാണോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യം വരുന്നത്. സോ 51ൻ്റെ അകത്ത് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അതായത് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യണം. അതേപോലെ തന്നെ ദർ ഷുഡ് ബി ഓണറബിൾ, ദർ ഷുഡ് മെയിൻറ്റെയിൻ ജസ്റ്റ് ആൻഡ് ഓണറബിൾ റിലേഷൻ ബിറ്റ്വീൻ ഫോറിൻ നേഷൻസ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ രാജ്യങ്ങളുടെ ടു റെസ്പെക്ട് ദ ഇന്റർനാഷണൽ ലോ, അതേപോലെ തന്നെ ട്രീറ്റി ഒബ്ലിഗേഷൻസ് എല്ലാം റെസ്പെക്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ടുകൾ എന്ത് ചെയ്യണം, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ സെറ്റിൽ ചെയ്യണം എന്നുള്ള രീതിയിലും അത് ആർട്ടിക്കിൾ 51 പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ അമെൻമെന്റ് ഓഫ് ദി US കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ദ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ക്ലോസ് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ്? ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്ന ക്ലോസ് ഫസ്റ്റ് ആദ്യമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് അമെൻമെന്റിലാണെന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ 5th അമെൻമെന്റ് ആണ്. 5th അമെൻമെന്റിനകത്താണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോനെ കുറിച്ചിട്ട് പറയുന്നത്. അവരുടെ ഒരു റൈറ്റ് ടു ലൈഫിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള, നമ്മുടെ റൈറ്റ് ടു ലൈഫിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് 5th അമെൻമെന്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, US-ന്റെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്നുള്ളതാണ്. നമുക്ക് ഉള്ള ഇത് ആർട്ടിക്കിൾ 21 യൂസ് ചെയ്തത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ളതാണ്. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നെങ്കിൽ ഒരു ജസ്റ്റ് ഫെയർ എന്നുള്ള രീതിയിൽ അത് ബോത്ത് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവിന് എഗെയിൻസ്റ്റ് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് എക്സിക്യൂട്ടീവും ജസ്റ്റ് ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണം, അതേപോലെ തന്നെ നമ്മളുടെ ലെജിസ്ലേച്ചറും എന്ത് ചെയ്തിരിക്കണം, ജസ്റ്റ് ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണം നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന നമ്മളുടെ ഫ്രേസ്, നമ്മൾ ആർട്ടിക്കിൾ 21 അകത്തുള്ള ഫ്രേസ് മേനകാ ഗാന്ധിയുടെ കേസിന് മുന്നേ, മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസിന് മുന്നേ അത് സ്ട്രിക്ട്ലി ലെജിസ്ലേച്ചറിന് എക്സിക്യൂട്ടീവിന് മാത്രമേ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു നിയമം ഉണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യണം, ആ നിയമപ്രകാരം മാത്രം ചെയ്യണം. ആ പ്രൊസീജിയർ എത്ര ഒരു അൺജസ്റ്റ് ആയാലും അൺഫെയർ ആയാലും അൺറീസണബിൾ ആയുള്ള പ്രൊസീജിയർ ആയാലും കുഴപ്പമില്ല, അത് ലോ പ്രകാരമുള്ള പ്രൊസീജിയർ ആണോ എന്ന് മാത്രമേ എക്സിക്യൂട്ടീവ് നോക്കേണ്ട ആവശ്യമുള്ളൂ. സോ അവിടെ ജസ്റ്റ് ഫെയർ ആൻഡ് റീസണബിൾ എന്നുള്ള കാര്യം വരുന്നില്ലായിരുന്നു. പക്ഷേ മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വന്നതോടുകൂടി ഇപ്പം നമ്മളുടെ ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്നുള്ളത് നമ്മളുടെ US-ന്റെ അകത്തുള്ള ഡ്യൂ പ്രോസസ് ലോന് ഇക്വലന്റ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മേനകാ ഗാന്ധിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം ജസ്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം ആൻഡ് റീസണബിൾ ആയിരിക്കണം, റൈറ്റ്? അത്
എന്തായിരിക്കണം? അപ്പോൾ അത് ഈ പറയുന്ന 3 കാര്യങ്ങൾ ഉണ്ടാവണം. ആൻഡ് ഇത് ഇപ്പോൾ ആപ്ലിക്കബിൾ ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്? എക്സിക്യൂട്ടീവിനും ആപ്ലിക്കബിൾ ആണ്, അതേപോലെ തന്നെ നമ്മളുടെ ലെജിസ്ലേറ്റീവിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അത് ജസ്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം ആൻഡ് റീസണബിൾ ആയിട്ടുള്ള നിയമം ആയിരിക്കണം എന്നുള്ള രീതിയും കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്യൂ പ്രോസസ് ആൻഡ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അടുത്തത്, അക്കോർഡിംഗ് ടു വിച്ച് പ്രൊവിഷൻ സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾ 236 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ which among the following is not included? അപ്പോൾ ആർട്ടിക്കിൾ 236 എന്ന് പറയുന്നത് ഹൈക്കോർട്ടിന് 235 ഹൈക്കോർട്ടിന് ലോവർ ജുഡീഷ്യറിയിലുള്ള കോർട്സിന്റെ മുകളിൽ കൺട്രോൾ ഉണ്ട്, സൂപ്രിൻറ്റൻഡൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, സൂപ്പർവൈസ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് 236 പറയുന്ന ഒരു ഡെഫിനേഷൻ കൊടുക്കുകയാണ്. ഈ ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ പെടും എന്നുള്ളതാണ് 236 പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പെടുന്ന ആരൊക്കെയാണ്? ജഡ്ജ് ഓഫ് എ സിറ്റി സിവിൽ കോർട്ട് വരാം, അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജസ് വരാം, ജോയിന്റ് ഡിസ്ട്രിക്ട് ജഡ്ജസ് വരാം, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ജഡ്ജ് വരാം, ചീഫ് ജഡ്ജ് ഓഫ് സ്മോൾ കോസ്റ്റ് കോർട്ട്സ് വരാം, അതേപോലെ തന്നെ പ്രസിഡൻസി മജിസ്ട്രേറ്റ്സ് ഉണ്ടാവാം, അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ്സ് ഉണ്ടാവാം, സെഷൻ ജഡ്ജ് വരാം, അഡീഷണൽ സെഷൻ ജഡ്ജ് വരാം, അസിസ്റ്റന്റ് സെഷൻ ജഡ്ജ് വരാം. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു എക്സിക്യൂട്ടീവുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ആൾ വരില്ല. ഇവിടെ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് അദ്ദേഹം ഇതിനകത്ത് വരില്ല. ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന് പറയുമ്പം ഈ പറയുന്ന ആളുകളാണ് വരുന്നത്, ഒരിക്കലും ഡിസ്ട്രിക്ട് ജഡ്ജ് മജിസ്ട്രേറ്റ് വരില്ല. സോ ഇവിടെ നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് ചോദ്യം. അപ്പം ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് ഇസ് ആക്ച്വലി നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ് provided under Article 236. Okay, next question. Which amendment of the Constitution has reduced the voting age from 21 years to 18 years in respect of elections to the House of People and the legislative assemblies of every state? So, voting age reduced from 21 to 18. So, initially it was 21 and it brought it down to 18. ഏത് constitutional amendment ആണ് എന്നുള്ളതാണ് ചോദ്യം. So, the correct answer is actually Article the Constitution 61st Amendment Act ആണ് 1988. The correct answer here is option A. 61st Amendment Act ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. And this particular constitutional amendment amended Article 326. 326ന്റെ അകത്താണ് ഈ പറയുന്ന ഏജ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, 18 years എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതും ജസ്റ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. Then next one. How many languages are recognized by the Constitution of India in its 8th schedule? Already we know 8th schedule അകത്താണ് എന്തുള്ളത്, 22 languages. There are 22 official languages in the country. അപ്പം അത് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ 8th ഷെഡ്യൂളിലാണ് ഈ പറയുന്ന ലാംഗ്വേജസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, റൈറ്റ്? അപ്പം ലാംഗ്വേജിനായിട്ട് തന്നെ സ്പെസിഫിക്കലി നമ്മളുടെ പാർട്ട് XV1 എന്താണെന്ത് 17 പാർട്ട് 17 നമ്മൾ ലാംഗ്വേജസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നുണ്ട് 343 മുതൽ ടു 351. ആൻഡ് 343 എന്ന് പറയുന്നത് അവിടെ പറയുന്നത് നമ്മളുടെ ഒരു യൂണിയന്റെ ലാംഗ്വേജ് എന്താണെന്ന്. യൂണിയന്റെ ലാംഗ്വേജ് ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇംഗ്ലീഷിനും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രോമിനൻസ് കൊടുത്തിട്ടുണ്ട്. പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷിനും എന്ത് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ ദ യൂണിയൻ ലാംഗ്വേജ് നമ്മുടെ രാജ്യത്തിന് ഫോർ അവർ കൺട്രി ദർ ഇസ് നോ സ്പെസിഫിക് ലാംഗ്വേജ് ബിക്കോസ് അവർ കൺട്രി റെക്കഗ്നൈസ് 22 ലാംഗ്വേജസ്. സോ ഇൻ അനദർ വേ വി ക്യാൻ സേ ദർ ആർ 22 ലാംഗ്വേജസ് ഇൻ ഇന്ത്യ ആൻഡ് ദർ ഇസ് നോ ഒഫീഷ്യൽ ലാംഗ്വേജ് പെർ സേ. അല്ലെങ്കിൽ ഇപ്പോൾ അതായത് വാട്ട് ഇസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. But if the question is what is the official language of the union, then the correct answer would be Hindi in Devanagari script, right? Hindi in Devanagari script. And also provisions are provided about English being an official language of the union. Appo Hindi in Devanagari script ആൻഡ് ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ആർട്ടിക്കിൾ 344 പ്രകാരം ദ പ്രസിഡന്റ് ഇസ് എംപവേർഡ് ടു എസ്റ്റാബ്ലിഷ് കമ്മീഷൻ. ഈ പറയുന്ന കമ്മീഷൻ ചെയ്യാൻ വേണ്ടി പറ്റും ടു ഡിസൈഡ് ഈ റിഗാർഡിംഗ് ദീസ് ലാംഗ്വേജസ്, റൈറ്റ്, സൂൺ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് നമ്മളുടെ 351 അത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഓൾസോ സേസ് ടു പ്രൊമോട്ട് ഹിന്ദി, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ടു സ്പ്രെഡ് ഹിന്ദി. അതിന് ഒരു ആർട്ടിക്കിൾ 351 സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഹിന്ദീനൊന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ള രീതിയിൽ പറയുന്നുണ്ട്, റൈറ്റ്? അപ്പം ഇനീഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി നമ്മളുടെ ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്നത് ദർ വർ 14 ലാംഗ്വേജസ്, റൈറ്റ്? ഇനീഷ്യലി 14 ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു,
22 എത്തിയതാണ്. 21st വേരിയസ് അമെൻമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് വൺ സിന്ധി ലാംഗ്വേജ് വന്നു, 14 ശേഷം സിന്ധി ലാംഗ്വേജ് വന്നു. ദിസ് വാസ് ഡൺ ത്രൂ 21st Amendment Act of 1967. Then came Konkani, then Manipuri, then Nepali. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, and this was introduced by the 71st Amendment Act provided in 1992. Then finally Bodo, Dogri and Maithili, right? That is, this was added on in 92nd Amendment Act provided in 2003, right? അപ്പം Sindhi language in 21st Amendment Act through 21st Amendment Act, Konkani, Manipuri and Nepali 71st Amendment Act, and Bodo, Dogri and Maithili 92nd Amendment Act വഴി കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റൈറ്റ്? ദെൻ ദർ ആർ 6 classical languages. 6 classical languages ഉണ്ടായിരുന്നു. 6 classical languages ആണ് നമ്മൾ ഇന്ത്യയിലുള്ളത്. അതിനകത്തുള്ളത് തമിഴ് ഉണ്ട്. തമിഴാണ് ഫസ്റ്റ് ഡിക്ലെയർഡ് ഇൻ 2004. Then there is Sanskrit declared in 2005, Kannada declared in 2008, Telugu 2008, Malayalam is also a classical language 2013, and Odia 2014. So 6 classical languages ആണ് നമുക്ക് ഉള്ളത്. Languages, 6 classical languages: Tamil, Sanskrit, Kannada, Telugu, Malayalam and Odia, right? ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി. ഞാൻ ജസ്റ്റ് കുറച്ച് അധികം എക്സ്പ്ലനേഷൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി അടുത്തതിലോട്ട് പോവാം. അടുത്തതിലോട്ട് നോക്കുകയാണെങ്കിൽ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ഹാസ് ദ സുപ്രീം കോർട്ട് മേഡ് ഇറ്റ് മാൻഡേറ്ററി ഫോർ എ കാൻഡിഡേറ്റ് contesting election to the legislature and their spouses to declare their source of income at the time of filing nomination. അപ്പോൾ നോമിനേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് both the contesting candidate and their spouse should declare their income എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏത് കേസിനകത്താണ് ഇത് പറഞ്ഞതാണ് ചോദ്യം. ദി കറക്റ്റ് ആൻസർ ഹിയർസ് ലോക് പ്രഹാരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ലോക് പ്രഹാരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ ജസ്റ്റിസ് ജെ ചലമേശ്വർ ആണ് ഈ കേസ് ജഡ്ജ്മെന്റ് എഴുതിയത്. അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി, അതായത് ഒരു കാൻഡിഡേറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സിനെക്കാട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെക്കാട്ടും പ്രോമിനൻസ് ഉണ്ടാവുന്ന ഒരു റൈറ്റാണ് എന്ത്, ഒരു വോട്ടറിന്റെ റൈറ്റ് ടു നോ എന്നുള്ളത്. ഒരു വോട്ടറിന്റെ റൈറ്റ് ടു ഹാവ് ഇൻഫോർമേഷൻ, ആഡ്വക്കേറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദി കാൻഡിഡേറ്റ് എന്നുള്ളത് പ്രോമിനൻസ്, അതായത് അതിന് ആണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് ജസ്റ്റിസ് ചലമേശ്വർ ആ ഒരു ജഡ്ജ്മെന്റിലൂടെ പറയുകയുണ്ടായിട്ടുണ്ട്, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ 19(1)(a) ഭാഗമായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ് ടു നോ, ആ ഒരു എക്സ്പ്രഷൻ എന്നുള്ളത്, ദർ ഇസ് എ റൈറ്റ് ഫോർ വോട്ടേഴ്സ് ടു നോ എവറിത്തിങ് അബൌട്ട് their candidate. സോ അതുകൊണ്ട് തന്നെ ലോക് പ്രഹാരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസാണ് ഈ പറയുന്നത്. ബോത്ത് അവർ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ് മാത്രമല്ല, ഈവൻ ദർ സ്പൗസസ് ഷുഡ് ഓൾസോ ഡിക്ലെയർ ദ സോഴ്സ് ഓഫ് ഇൻകം അറ്റ് ദ ടൈം ഓഫ് ഫയലിംഗ് നോമിനേഷൻസ്. ദെൻ വളരെ കോമൺ ആയിട്ട് നെറ്റ് എക്സാംസിൽ കാണുന്ന ഒരു കാര്യമാണിത്. ഈവൻ LL.M നിങ്ങൾക്ക് യു ക്യാൻ എക്സ്പെക്ട് ക്രൊണോളജിക്കൽ ഓർഡർ, ഏത് കേസ് ആദ്യം വന്നു എന്നുള്ള ഒരു ക്രൊണോളജിക്കൽ ഓർഡർ നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ് ആണ്. ബിക്കോസ് ഈ കേസസ് നമ്മളുടെ ബേസിക് സ്ട്രക്ചറിലോട്ട് എത്തിയ കേസുകളാണ്. ബേസിക് സ്ട്രക്ചറിലോട്ട് കൊണ്ടുവന്ന ഒരു വഴിയായി വന്ന കേസുകളാണ് ഈ പറയുന്ന കേസുകളെല്ലാം. ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസാണ് അതിൻ്റെ അകത്ത് ആദ്യം വന്നിരിക്കുന്ന കേസ്. ദെൻ സജ്ജൻ സിംഗിന്റെ കേസ് ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം വന്നിരിക്കുന്നത് IC ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആണ്. ഈ IC ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിന്റെ അകത്ത് കൊണ്ടുവന്ന ഒരു വലിയൊരു ഡോക്ട്രിൻ ഉണ്ട്, പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ്, റൈറ്റ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലീസ് റിമെമ്പർ ദിസ് ഡോക്ട്രിൻ, പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ്. ഇത് IC ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിന്റെ അകത്താണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നതാണ്. സോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കേസാണ്, IC ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആണ്. ആൻഡ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വന്നിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ് നരേൻ സിംഗിന്റെ കേസ് വന്നിട്ടുണ്ട്. ആൻഡ് അതിനും ശേഷം നോക്കുകയാണെങ്കിൽ മിനർവ മിൽസിന്റെ കേസും വന്നിട്ടുണ്ട്. സോ ഈ രാജ് നരേനും മിനർവ മിൽസും എന്ത് ചെയ്യുന്നുണ്ട്, കേശവാനന്ദ ഭാരതിയിൽ പറഞ്ഞിരിക്കുന്ന
ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടായ കേസുകളാണ് രാജ്നാറീൻ കേസും അതേപോലെ തന്നെ മിനർവ മിൽസ് കേസും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ വരികയാണെങ്കിൽ ശങ്കരി പ്രസാദ് ആണ്, ദെൻ സജ്ജൻ സിംഗ് ആണ് വരുന്നത്, ആൻഡ് ദെൻ കേശവാനന്ദ ഭാരതി, ആൻഡ് ഫൈനലി ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് സജ്ജൻ സിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആൻഡ് കേശവാനന്ദ ഭാരതി. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ ഫൈൻ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്? ഇതിനകത്ത് ഏതാണ് കറക്റ്റ്ലി മാച്ച് ചെയ്യപ്പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഞാൻ ആദ്യം ഇത് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എനിക്കും മിസ്റ്റേക്ക് പറ്റും. ഞാൻ വിചാരിച്ചു ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് വായിക്കേണ്ട ഇതാണ് എന്നുള്ള മനസ്സിലായി. നമ്മൾ വായിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, ഇതിൻ്റെ ചോദ്യം ഇതാണ്, ഇത്രയേ ഉള്ളൂ, കറക്റ്റ്ലി ഏതാണ് മാച്ച് ആവാത്തതെന്നാണ് ചോദ്യം. സോ നമ്മൾ നോക്കാം. കളറബിൾ ലെജിസ്ലേഷനെ കുറിച്ച് പറയുന്നുണ്ട്, പിത്ത് ആൻഡ് സബ്സ്റ്റൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ടെറിട്ടോറിയൽ നെക്സസിനെ കുറിച്ച് പറയുന്നുണ്ട്, റിപ്പഗ്നൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം വേരിയസ് ഡോക്ട്രിൻസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ളത്. കളറബിൾ ലെജിസ്ലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് വാട്ട് കനോട്ട് ബി ഡൺ ഡയറക്ട്ലി ക്യാൻ ബി ഡൺ ഇൻഡയറക്ട്ലി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഷുഡ് ബി കനോട്ട് ബി അല്ലേ. ഇവിടെ പറയുന്നത് വാട്ട് കനോട്ട് ബി ഡൺ ഡയറക്ട്ലി കനോട്ട് ബി ഡൺ ഇൻഡയറക്ട്ലി എന്നാണ് വരേണ്ടത്. ബാക്കിയുള്ള നോക്കുകയാണെങ്കിൽ പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് കറക്റ്റ് ആണ്. ഇൻസിഡന്റൽ എൻക്രോച്ച്മെന്റ് ഓൺ ദ ഫീൽഡ് ഓഫ് അനദർ ലെജിസ്ലേച്ചർ ഇസ് പെർമിസിബിൾ. അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റിൻ്റെ അകത്തും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂണിയൻ ലിസ്റ്റിൻ്റെ അകത്തുള്ള ചെറിയ ഏതെങ്കിലും മാറ്റർ സ്റ്റേറ്റ് ലിസ്റ്റിലും കൂടി വരുന്ന ഒരു ഓവർലാപ്പ് ചെയ്യുന്ന ഒരു മാറ്ററാണ്. പക്ഷെ ആ ഒരു ഇൻട്രൂഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ അല്ല, ഒരു ഇൻസിഡന്റൽ കുറച്ച് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഷാലോ നേച്ചറിലുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻട്രൂഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് വാലിഡ് എന്നാണ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടെറിട്ടോറിയൽ നെക്സസ് നോക്കുകയാണെങ്കിലും പറയുന്നുണ്ട് ഈ പറയുന്ന സബ്ജക്ട് ഓഫ് ലെജിസ്ലേഷൻ മസ്റ്റ് ഹാവ് സം കൈൻഡ് ഓഫ് നെക്സസ് വിത്ത് ദ സ്റ്റേറ്റ് എന്നുള്ള സം കൈൻഡ് ഓഫ് ടെറിട്ടോറിയൽ കണക്ഷൻ വിത്ത് ദ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ റിപ്പഗ്നൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, രണ്ട് ലോസ് തമ്മിൽ എന്ത് ചെയ്യാണ്, ഒരു കോൺഫ്ലിക്റ്റ് വരികയാണ്. സ്പെസിഫിക്കലി ഒരു യൂണിയൻ ലോയും ഒരു സ്റ്റേറ്റ് ലോയും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇൻ സോ ഫാർ ആസ് ദി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്, യൂണിയൻ ലോ പ്രിവെയിൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഇൻ സോ ഫാർ ആസ് ദി റിപ്പഗ്നൻസി എക്സിസ്റ്റ്, നമ്മളുടെ യൂണിയൻ ലോ പ്രിവെയിൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടില്ല, എന്താണ് കറക്റ്റ്ലി മാച്ച് ചെയ്യപ്പെടാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കളറബിൾ ലെജിസ്ലേഷൻ ആണ്. കളറബിൾ ലെജിസ്ലേഷൻ ആക്ച്വലി വേണ്ടത് വാട്ട് കനോട്ട് ബി ഡൺ ഡയറക്ട്ലി കനോട്ട് ബി ഡൺ ഇൻഡയറക്ട്ലി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സുപ്രീം കോർട്ട് recognized transgender people as third gender in its landmark judgment in the case of. third gender പീപ്പിളിനെ റെക്കഗ്നൈസ് ചെയ്ത ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഏതാണെന്നുള്ളതാണ്. ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അവർക്ക് ഒരു തേർഡ് ജെൻഡർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, സുപ്രീം കോർട്ട് ഒരു ഓപ്ഷൻ കൊടുക്കാണ്ട്. അപ്പോൾ മെയിൽ, ഫീമെയിൽ ആൻഡ് തേർഡ് ജെൻഡർ, അതർ ജെൻഡർ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അടുത്തത്, in which of the following case Supreme Court struck down part 9B of the Constitution? Part 9B എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു പാർട്ടാണ്. അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു സുപ്രീം കോർട്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി അല്ല സ്ട്രൈക്ക് ഡൗൺ ചെയ്തത്. സുപ്രീം കോർട്ട് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി ഉപയോഗിച്ചിട്ട് ചില, അതായത് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. കാരണം ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു യൂണിയൻ ലിസ്റ്റിൻ്റെ അകത്ത് വരുന്ന സബ്ജക്റ്റ് ആണ്. അതായത് പല സ്റ്റേറ്റുകളിലുള്ള സൊസൈറ്റീസിൻ്റെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിലുള്ള സൊസൈറ്റി എന്നുള്ള രീതിയിൽ. അപ്പം പാർട്ട് ബി ആക്ച്വലി കംപ്ലീറ്റ്ലി പോയിട്ടില്ല, അതിൻ്റെ ചില ഭാഗങ്ങൾ, പല ഭാഗങ്ങളും പോയിട്ടുണ്ട്. പക്ഷേ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രൊവിഷൻസ് അവിടെ തന്നെ നിലനിർത്തിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് പാർഷ്യലി ആയിട്ടുള്ള സ്ട്രൈക്ക് ഡൗൺ ആണ്. ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി ഉപയോഗിച്ചിട്ട് സുപ്രീം കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പല പ്രൊവിഷൻസിനെ സേവ് ചെയ്തിട്ടുണ്ട്. ഈ പല പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ബോത്ത് വിത്തിൻ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതിനെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കി. കാരണം ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് അതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന യൂണിയൻ എന്ത് ചെയ്യണം, ഈ നിയമം നമ്മൾ ഉണ്ടാക്കുമ്പം ഹാഫ് ഓഫ് ദി പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കുമ്പോൾ പാർലമെൻറ്റ് ഇതും വേണം, അതേപോലെ തന്നെ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സിൻ്റെ റാറ്റിഫിക്കേഷനും കൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇത് 97th അമെൻമെൻറ്റ് വഴിയാണ് നമ്മളുടെ
നമ്മളുടെ ഈ പറയുന്ന പാർട്ട് 9B ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2011 97th അമെൻമെന്റ് 2011 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഇത് ഏതാ കേസ് എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ്, യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് രാജേന്ദ്ര എൻ ഷാ എന്നുള്ളതാണ് ഈ കേസ് ഇവിടെ പറയുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ ഹൂസ് റെക്കമെൻഡേഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മുടെ ഇന്ത്യൻ പോളിറ്റിയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, the right to compensation for victim in unlawful arrest and detention has been recognized by the Supreme Court in. അപ്പോൾ അൺലോഫുൾ അറസ്റ്റ്, ഡിറ്റൻഷൻ റെക്കഗ്നൈസ് ചെയ്ത കേസ് ഏതാണെന്നുള്ളത്, ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ വിക്ടിംസിന് കോമ്പൻസേഷൻ കിട്ടണം എന്ന് സുപ്രീം കോർട്ട് പറഞ്ഞ കേസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് നീലാഭട്ടി ബെഹ്റ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസ എന്നുള്ള കേസിനകത്താണ്. ആൻഡ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോമ്പൻസേഷൻ ആർട്ടിക്കിൾ 32 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി കഴിയും, മണി ഗ്രാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ആർട്ടിക്കിൾ 32 പ്രകാരം ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഒരാളുടെ ലിബർട്ടിയാണ് അവിടെ ഇല്ലാണ്ടാവുന്നത്. സോ അൺലോഫുൾ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷന് എന്ത് ചെയ്യാൻ പറ്റും? മോണിറ്ററി കോമ്പൻസേഷൻ നൽകാൻ വേണ്ടി പറ്റും എന്ന് നീലാഭാട്ടി ബെഹ്റ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കേസ് സോ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഡിക്ലെയറിംഗ് ദ ഇലക്ടോറൽ ബോണ്ട് സ്കീംസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഇപ്പോൾ റീസെന്റ് ഉണ്ടായ നമ്മളുടെ കേസാണ്, റീസെന്റ് വന്ന ജഡ്ജ്മെന്റ് ആണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് ഈ പറയുന്ന ജഡ്ജ്മെന്റ്. ഇലക്ടോറൽ ബോണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡായിട്ട് കൊണ്ടുവന്നതാണ്. അതായത് പാർട്ടികൾക്ക് കോൺട്രിബ്യൂഷൻ കമ്പനീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് ആക്ടുകൾ, കമ്പനീസ് ആക്ട്, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പീപ്പിൾസ് ആക്ട്, അങ്ങനെ ഒരുപാട് ആക്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ അകത്ത് ഇതിനു മുന്നേ ഒരു 7.5% എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ 3 വർഷത്തിലെ ഒരു കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റിന്റെ 7.5% മാത്രം മാക്സിമം ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുവരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായുള്ളൂ. ആൻഡ് ഓൾസോ ഈ കമ്പനി എന്ത് ചെയ്യണം? ഏത് പാർട്ടിയാണ് കൊടുക്കേണ്ടതെന്നുള്ളതെല്ലാം പറയുമായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഇലക്ടോറൽ ബോണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു സ്കീം വന്നതോട് കൂടി അതെല്ലാം പോയി. ആ ക്യാപ്പ് എടുത്ത് കളഞ്ഞു. കമ്പനിക്ക് കംപ്ലീറ്റ് അനോണിമിറ്റി ഉണ്ട്. ഇപ്പൊ കമ്പനികൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ, എത്ര അൺലിമിറ്റഡ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനും കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞത്, ഈ ഇലക്ട്രോൾ ബോണ്ട് കേസിന്റെ സുപ്രീം കോർട്ട് പറഞ്ഞത് ആർട്ടിക്കിൾ 19(1)(a) വയലേഷൻ ആണ്. ബിക്കോസ് ഇവിടെ എന്താണ്? വോട്ടറിന് എന്തുണ്ട്? വോട്ടറിന്റെ റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ആ ഒരു റൈറ്റിനെ ഒരു ഇൻഫ്രിഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഇലക്ട്രോൾ ബോണ്ട് സ്കീം വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞു. ഇത് കേസ് പറഞ്ഞിരിക്കുന്നത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിലൂടെയാണ് സുപ്രീം കോർട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ലൈവ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. അപ്പം മാക്സിമം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, LL.M വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ കേസസ് ബേസ് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ്, ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. സബ്ജക്ട് വൈസ് തന്നെ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നോട്ട് ചെയ്യാൻ വായിക്കുക. അതേപോലെ തന്നെ പേപ്പർ വായിക്കുക. എല്ലാ ദിവസവും പേപ്പർ വായിക്കുക, വളരെ വൃത്തിയിൽ വായിക്കുക. സ്പെസിഫിക്കലി പേപ്പറുകളിൽ ഏതെങ്കിലും കേസസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസസ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് കേസുകൾ നിർണായകമായിട്ടുള്ള വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് LL.M ആൻഡ് നെറ്റിനുള്ളത്. ആൻഡ് അതുകൂടാതെ തന്നെ ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെ മുകളിലും ഫണ്ടമെന്റൽസ് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ആക്കണം. പല സബ്ജക്ട്സിൻ്റെയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോർ കോൺസെപ്റ്റുകളുടെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു 2 കാര്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാക്സിമം നല്ലൊരു കോൺഫിഡൻസോട് കൂടി തന്നെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. റൈറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോ, ഈ പറയുന്ന ലൈവ് യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്
ആൻഡ് കമൻറ്റ്, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. മറ്റുള്ള LL.M ആസ്പിറൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ലൈവ് സെഷൻ ആയിട്ട് വരാം. അടുത്ത ലൈവ് സെഷനിൽ നമുക്ക് എല്ലാവർക്കും കാണാം. സോ അതുവരെ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.